കേരളത്തിലേക്ക് ലഹരി ഒഴുക്ക് വർദ്ധിച്ചതായി മന്ത്രി എം പി രാജേഷ്. മയക്കുമരുന്നിന്റെ വ്യാപനം കൂടിയിട്ടുണ്ട്. എന്നാൽ കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടില്ല. വിഷയത്തിൽ ഉപക്ഷേപം അവതരിപ്പിച്ച PC വിഷ്ണുനാഥിനെ എം പി രാജേഷ് അഭിനന്ദിച്ചു. ബഹുമാന്യനായിട്ടുള്ള വിഷ്ണുനാഥ് വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെയാണ് ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമല്ല ഉണ്ടായിരുന്നത്, പ്രശ്നത്തിൻ്റെ ഗൗരവം തന്നെയാണ്. അത് വളരെ ഹൃദയസ്പർശിയായി അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. 2022 ഇത്തരമൊരു നോട്ടീസ് അദ്ദേഹം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ഞാൻ അവിടെയാണ് ഇരിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞ് പൊതുവിൽ ഈ സഭയാകെ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ, അതിലൂടെ നാടിനെ മുഴുവൻ ഈ വിപത്തിനെതിരായി ഒരുമിപ്പിച്ച് നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നെടുത്ത് പറഞ്ഞു. അന്ന് ചെയറിലിരുന്നു കൊണ്ട് വിഷ്ണുനാഥിനെ അഭിനന്ദിച്ചു. ഇന്ന് മന്ത്രിയായിരുന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അവതരണത്തെ, ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ചതിനെ അഭിനന്ദിക്കാൻ ഒരു മടിയുമില്ല. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്.